ഹായ് ഡിയേഴ്സ്, നമ്മുടെ വീട്ടിലെല്ലാമുള്ള അതിവിശിഷ്ടമായ ഒരു ചെടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കെല്ലാം അറിയാം ചെമ്പരത്തി. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട് വീട്ടിൽ വളർത്തുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. അപ്പോൾ ഈ ചെടി ഇല്ലാത്ത വീട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു പൂച്ചെടിയാണ് ചെമ്പരത്തി. പൂക്കൾ ധാരാളമായിട്ടുണ്ടാവും. നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഉപകരിക്കുന്ന ഒന്നുകൂടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് തടി കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. തലമുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാനും താരനകറ്റി മുടി തഴച്ചു വളരുന്നതിനും ചെമ്പരത്തി നമുക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിൽ നിന്നും അധികമായ വില കൊടുത്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളൊന്നുമില്ല നമ്മുടെ ശരീരത്തിനാണെങ്കിലും മുടിക്കാണെങ്കിലും ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്ന് തന്നെ ഇതിനുള്ള പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരം വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഔഷധ ഗുണം കൂടുതലുള്ള ചുവന്ന ചെമ്പരത്തിയാണ് തലമുടി വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ചുവന്ന അടുക്ക് ചെമ്പരത്തിയും ഇതിൽ വരുന്നുണ്ട്. ഇത്തരം ചെമ്പരത്തികളിലാണ് ധാരാളമായിട്ട് ആന്തോസയാനിൻ എന്ന വർണ്ണകം അടങ്ങിയിട്ടുള്ളത്. ഇത് തലമുടി മാത്രമല്ല ചർമ്മത്തിനും വളരെയധികം അനുയോജ്യമാണ്. കൊളാജൻ്റെ പ്രവർത്തനം കൂട്ടി ചർമ്മത്തെ പുതുക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിലുണ്ടാവുന്ന പാടുകൾ മാറ്റുന്നതിനും നിറം കൂട്ടുന്നതിനുമായി ചെമ്പരത്തിയുടെ ചാറ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ചെമ്പരത്തിപ്പൂവ് ഉണക്കിയതും പൗഡറാക്കിയതും ഒക്കെ നമുക്ക് വിപണിയിൽ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപയോഗിച്ച് മരുന്നുകൾ ഉണ്ടാക്കാറുമുണ്ട്. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ചെമ്പരത്തിപ്പൂ കൊണ്ടുണ്ട്. ഇപ്പോൾ സോപ്പ്, ഷാമ്പൂ നിർമ്മാണത്തിനെല്ലാം ചെമ്പരത്തി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, തയമിൻ, റൈബോഫ്ലാവിൻ, വൈറ്റമിൻ സി ഇതെല്ലാം ശരീരത്തിനും ത്വക്കിനും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ഹോർമോൺ ബാലൻസ് ചെയ്യാനും ആർത്തവ വേദന മാറുന്നതിനും ഉഷ്ണശാന്തിക്കുമെല്ലാം പറ്റിയ ഔഷധമാണ് ചെമ്പരത്തി. യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇതൊരു ഡ്രിങ്ക് ആയിട്ട് ദിവസേന നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത് എത്തരത്തിലാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനായിട്ട് 2-3 പൂക്കൾ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കേസരവും ഞെട്ടെല്ലാം മാറ്റിയ ശേഷം ഇതളുകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഇതളുകൾ ഇട്ട ശേഷം നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ഇത് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും പുറത്തു പോവാതെ ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങുന്നത് കാണാൻ പറ്റും. വെള്ളത്തിന് നല്ലൊരു ചുവന്ന നിറം വരുന്നത് നമുക്ക് കാണാം. ആറിയ ശേഷം ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഒരു ചായയായിട്ട് മാറ്റുന്നതിനും പറ്റും. ഇപ്പോൾ നമ്മൾ തേയിലപ്പൊടിക്ക് പകരമായിട്ട് ഇതിൻ്റെ ഉണങ്ങിയ പൂക്കൾ ഉണ്ടെങ്കിൽ ഇട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് ചായ തിളപ്പിക്കാം. അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിച്ച് നാരങ്ങ വെള്ളം പോലെ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടി തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുമ്പോൾ കുറച്ച് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. കാരണം നാരങ്ങ നീര് ഇതിൽ ചേർത്ത് കഴിഞ്ഞാലാണ് ചെമ്പരത്തി പൂവിൻ്റെ യഥാർത്ഥ കളറിലേക്ക് ഈ ഒരു ഡ്രിങ്ക് മാറുന്നത്. അപ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് അതിൻ്റെ നിറം മാറുന്നതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നാരങ്ങ നമുക്ക് പിഴിയാം കേട്ടോ. അപ്പോൾ ഒരു മുറി നാരങ്ങ എടുത്ത് അതിലേക്ക് നമ്മൾ അതിൻ്റെ നീര് ഒറ്റിച്ചു കൊടുക്കുക. വളരെ എളുപ്പം തന്നെ അതിൻ്റെ കളറിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് രുചിക്കായിട്ട് മധുരമോ ഉപ്പോ തേനോ ചേർത്ത് വെറും വയറ്റിൽ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയാതിരിക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് മധുരം ചേർത്ത് കൊടുക്കാം. തടി കുറയ്ക്കുന്നതിനാണെങ്കിൽ മധുരം ചേർക്കാതെ വെറും വയറ്റിൽ കുടിക്കുക. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രിസർവേറ്റീവ് ചേർത്ത കളർഫുൾ ആയിട്ടുള്ള ഡ്രിങ്കുകൾക്ക് പകരം ഇത് കൊടുക്കാം. അവർ ഇഷ്ടത്തോടെ കുടിക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം ഇതുകൂടി ചേർത്ത് തയ്യാറാക്കുക. ആകർഷകമായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഡ്രിങ്ക് കൊണ്ടുള്ള ഉപയോഗങ്ങൾ. തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതുപയോഗിച്ച് ഏറ്റവും മികച്ച 3 സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കുറച്ച് പൂക്കൾ മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊരു എണ്ണ തയ്യാറാക്കാം. വെയിലത്ത് വെച്ചാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്ത നമ്മുടെ ചെമ്പരത്തിയുടെ പൂക്കൾ കുറച്ച് എണ്ണയിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ഗ്ലാസ് ബൗളിനകത്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിലോട്ട് ഈ പൂക്കൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം അങ്ങ് വെയിലത്ത് വെച്ച് അതിൻ്റെ നിറം മാറുമ്പോൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുൻപ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും. പണ്ടത്തുള്ള ആളുകളെല്ലാം ഈ ഒരു മെത്തേഡിലാണ് മുടിയെ സംരക്ഷിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ആവശ്യമായ അളവിൽ മാത്രം എടുത്ത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്താൽ മികച്ചൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ടാകും. ഇനി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് കുറച്ച് പൂക്കളെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ചേർത്ത് ശുദ്ധമായ വെള്ളവും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഖത്തിട്ടാൽ പാടുകളൊക്കെ മാറ്റുന്നതിനും നിറം നിലനിർത്തുന്നതിനും കുരു മാറാനും എണ്ണമയം കുറയ്ക്കാനുമെല്ലാം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇത് സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള അലർജിയും ഉണ്ടാക്കുന്ന ഒന്നല്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, നമുക്ക് ഇത് വെച്ച് മികച്ചൊരു ഷാമ്പു കൂടി തയ്യാറാക്കാം. അതിന് കുറച്ച് പൂക്കളും ഇലയും എല്ലാം ചേർത്ത് കശക്കി വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മുടിക്ക് കൊഴിച്ചിലുണ്ടെങ്കിലും പൊട്ടലുണ്ടെങ്കിലും എല്ലാം അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം ഔഷധ ചെടികൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ തലമുടിക്കുമുള്ള സംരക്ഷണം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വീഡിയോയ്ക്ക് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നെനിക്കറിയില്ല. അപ്പോൾ ഇത്രയധികം ഉപകാരമുള്ള ഈ പൂച്ചെടിയെ നമ്മുടെ പൂന്തോട്ടത്തിൽ നട്ടുവളർത്തുക. ഒരു മരമായിട്ട് തന്നെ വളർന്ന് കാലാകാലങ്ങളിൽ നമുക്ക് പൂക്കൾ തരുന്ന ഒന്നാണിത്. ഇതിനെ സംരക്ഷിച്ച് നിർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ദയവായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങളിലൊരാളായ ഞാൻ